വാർത്തകളിലേക്ക് ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടി ഹിന്ദു വിരുദ്ധതയുടെ സംഗമഭൂമിയാവുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് ഭക്തസംഗമത്തിലെ മുഖ്യ അതിഥി. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത മോഹൻ. പ്രജിത്ത, നേരത്തെ പറഞ്ഞത് തുടരാം. നിഖിൽ, ഇപ്പോൾ തന്നെ ഹൈന്ദവ സംഘടനാ നേതാക്കളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള അയ്യപ്പ ഭക്തരോടുള്ള വിരുദ്ധ മനോഭാവം തന്നെയാണ്. അത് ശബരിമല പ്രക്ഷോഭകാലത്ത് അതെങ്ങനെ തുടങ്ങി എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. സമാനമായ നിലപാടുകൾ മാറ്റാത്തൊരു സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് വിശ്വഹിന്ദു നേതാവായിട്ടുള്ള വിജി തമ്പി ഇപ്പോൾ പറഞ്ഞത്. അതായത് വി.എൻ. വാസവൻ അടക്കമുള്ളവർ ഈ ശബരിമല അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിലോ അല്ലെങ്കിൽ അയ്യപ്പ സംഗമം എന്ന പേരിലോ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെ അയ്യപ്പ ഭക്തരുടെ താല്പര്യങ്ങൾക്ക് ചേരുന്നൊരു ആവശ്യത്തിനായിട്ടോ അല്ല എന്നുള്ളതാണ് അദ്ദേഹമൊക്കെ നിലപാട് സ്വീകരിക്കുന്നത്. സമാനമായ നിലപാട് തന്നെയാണ് അയ്യപ്പ ഭക്ത സംഘടനകളും മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന് ഇത്തരം ഒരു പരിപാടി നടത്താൻ ധാർമ്മികമായി ഒരവകാശവും ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പ ഭക്തരെയൊക്കെ ആക്രമിക്കുകയും അല്ലെങ്കിൽ അവരെ വേട്ടയാടുകയും ഒക്കെ ചെയ്ത സമീപനം സ്വീകരിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അയ്യപ്പ ഭക്തരുടെ രോഷമൊക്കെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമം കൂടിയായിരിക്കാം ഇത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളുമൊക്കെ സജീവമായി വരുന്നുണ്ട്. എന്തായാലും ഈ ഭക്തസംഗമം എന്ന പേരിൽ അല്ലെങ്കിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കേണ്ടത് ആരെയാണ്, അതിൽ ഉൾപ്പെടുത്തേണ്ടത് ആരെയാണ്, അതിൽ പങ്കെടുക്കേണ്ടത് ആരെയാണ്, അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള സന്ദേശം നൽകണം എന്നതൊക്കെയുള്ള പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെ അയ്യപ്പ ഭക്ത സംഘടനകളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാമുദായിക സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പരിപാടികളിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സാഹചര്യവുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിലുമൊക്കെ ഉണ്ടാകുന്നൊരു ന്യൂനപക്ഷ പ്രീണന നയങ്ങളെപ്പറ്റി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അടുത്തിടെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനോട് അത്തരം സംഘടനകൾക്കും അത്തരം സമുദായങ്ങൾക്കും എല്ലാം വലിയൊരു വിരുദ്ധ മനോഭാവം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു തണുപ്പിക്കുന്ന ഭാഗമായിട്ട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത വിശ്വാസത്തെ വീണ്ടും അവഹേളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണോ സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം. അതിൽ പ്രത്യേകിച്ച് സർക്കാർ ഈ പരിപാടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ച ബിന്ദു അമ്മണിയെ പോലെയുള്ള രഹനെ ഫാത്തിമ പോലെയുള്ള ആളുകളൊക്കെ നവമാധ്യമങ്ങളിൽ പോസ്റ്റുകളൊക്കെ ഇട്ടത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സർക്കാർ എന്തിനാണ് വീണ്ടും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. ഇത്തരം ആളുകളെ അണിനിരത്തിക്കൊണ്ടാണോ അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം സംഘടിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം അതിൽ പ്രസക്തമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ എം.കെ. സ്റ്റാലിനെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സനാതനധർമ്മ വിരുദ്ധരെ, സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗത്തെയൊക്കെ ആ പരിപാടിയുടെ മുഖ്യാതിഥികളായി എത്തിക്കുന്നത് തന്നെ സർക്കാർ കൃത്യമായ ഒരു അയ്യപ്പ ഭക്തരെ അവമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ ലക്ഷ്യമിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പേരിൽ സംഘടിപ്പിക്കുന്നത് എന്നതിനുള്ള തെളിവുകളായി പോലും പലരും കാണുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പിനോടും അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിരോധാഭാസപരമായ നിലപാടിനോടും ഉയർന്നു കേൾക്കുന്നുമുണ്ട്. നിഖിൽ, ശരി പ്രജിത്ത്, ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പരിപാടി അത് ഹിന്ദു വിരുദ്ധതയുടെ സംഗമഭൂമിയാവുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് ഭക്തസംഗമത്തിലെ മുഖ്യ അതിഥി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ.